40-51 ഹീറ്റ് പവർ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ തെർമൽ എഞ്ചിനീയറിംഗ് 40-21 എന്നിവയുടെ ക്ലാസ് നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഭാഗം മൊഡ്യൂൾ 4ൻ്റെ കുറച്ച് ഭാഗം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ തേർഡ് മൊഡ്യൂളും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്കതിൽ ഇനി പഠിക്കാനുള്ളത് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ്. ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. ഓക്കെ, നമുക്ക് ആ ഭാഗത്തോട്ട് പോകാം. ഓക്കെ, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്താണ്? ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് അല്ലേ. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്ത് ചെയ്യുക, മറ്റൊരു ഭാഗത്തേക്ക് കൊടുക്കുക അല്ലെ, എക്സ്ചേഞ്ച് കൊടുക്കുക, കൈമാറ്റം ചെയ്യുക എന്നാണ് പറയുന്നത് അല്ലേ. ഹീറ്റിനെ കൈമാറ്റം ചെയ്യുക. എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? ദ ഡിവൈസ് യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ടു ഫ്ലൂയിഡ് ദാറ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. രണ്ട് ഫ്ലൂയിഡുകൾ ഉണ്ടായിരിക്കും. ആ ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ തമ്മിൽ ഒരു വ്യത്യാസമുണ്ടായിരിക്കും. ആ വ്യത്യാസമുള്ള ടെമ്പറേച്ചറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ദ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ഇൻ കാറിൽ നമ്മൾ എന്ത് ചെയ്യും? ആസ് റേഡിയേറ്ററിൽ ഉപയോഗിക്കുന്നില്ലേ, ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. വെർ ഹോട്ട് വാട്ടർ ഫ്രം ദ എൻജിൻ ഈസ് കൂൾഡ് ബൈ അറ്റ്മോസ്ഫിയറിക് എയർ. അറ്റ്മോസ്ഫിയർ എയർ വഴി എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നുണ്ട്. അതായത് ഹീറ്റ് കുറയ്ക്കുന്നുണ്ട് അല്ലേ, ശരിയല്ലേ. നെക്സ്റ്റ്, ഇൻ റെഫ്രിജറേറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹോട്ട് റെഫ്രിജറൻറ്റ് ഫ്രം ദ കംപ്രസർ ഈസ് കൂൾഡ് ബൈ നാച്ചുറൽ കൺവേർഷൻ ഇൻ ടു atmosphere by passing through finned tubes in a steam condenser, and the latent heat of the condensation is removed by സർക്കുലേറ്റിംഗ് വാട്ടർ ത്രൂ ദ ട്യൂബ്സിലൂടെ വാട്ടർ സർക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. പല തരത്തിലുള്ള എക്സാമ്പിൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട് അല്ലേ. ഫ്രിഡ്ജിൽ, AC-യിൽ, അതുപോലെ തന്നെ റേഡിയേറ്ററിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു കൂളിങ്ങിന് പർപ്പസിന് വേണ്ടി ഹീറ്റ് കൊണ്ടുപോകാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. എന്താണ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്? നമുക്കറിയാം, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രിഡ്ജിൻ്റെ കേസിൽ നിന്ന് അവിടെ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് കൂടുതലായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് അല്ലേ. ആദ്യ ഭാഗത്ത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടുതലായിരിക്കും. താഴത്തോട്ട് പോകുന്നതിനനുസരിച്ച് ആ ട്യൂബിൻ്റെ ലാസ്റ്റ് ഭാഗത്തും പോയി ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറയും. കാരണം എന്താണ്? തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് താരതമ്യേന കുറഞ്ഞ് ലാസ്റ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ത് ചെയ്യണം? ഓരോ പോയിന്റ് നോക്കുക എന്നുണ്ടെങ്കിലും അവിടെ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഓവറോൾ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ഹീറ്റ് എക്സ്ചേഞ്ചർ യൂഷ്വലി ഇൻവോൾവ്സ് കൺവേർഷൻ ഓഫ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് കണ്ടക്ഷൻ ത്രൂ ദ വാൾ സെപ്പറേറ്റിംഗ് ദ ടു ഫ്ലൂയിഡ്. സാധാരണയായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എവിടെയാണ്? ഇൻവോൾവ്സ് കൺവെക്ഷൻ ഓഫ് ഈച്ച് സൈഡ് ഓഫ് ദ ഫ്ലൂയിഡ്. രണ്ട് ഫ്ലൂയിഡിൻ്റെ സൈഡിലും എന്ത് ചെയ്യും? കൺവെക്ഷൻ നടക്കാറുണ്ട്. അതിൻ്റെ കണ്ടക്ഷൻ ത്രൂ ദ വാൾ ഓഫ് സെപ്പറേറ്റിംഗ് ദ ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗത്ത് എന്ത് ചെയ്യാറുണ്ട്? കണ്ടക്ഷനും ചെയ്യാറുണ്ട്. അതായത് ഒരു കണ്ടെയ്നർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാളിൽ എന്തായിരിക്കും? കണ്ടക്ഷനും ബാക്കിയുള്ള ഭാഗത്ത് എന്തായിരിക്കും? കൺവെക്ഷൻ ആയിരിക്കും നടക്കുക. ദസ് ഫോർ അനാലിസിസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ് ടു വർക്ക് വിത്ത് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യല്ല, ഒരു കൺവെക്ഷൻ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കണ്ടക്ഷൻ ഉപയോഗിച്ചുകൊണ്ടോ കംപ്ലീറ്റ് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന എന്താണ്? ഒരു ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് പ്രോബ്ലംസുകൾ ചെയ്യാറുള്ളത്. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഉപയോഗിച്ച് U എന്നാണ്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ എന്താണ് LMTD? LMTD എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചാലോ. എന്താണ്? The rate of heat transfer between two fluid at any location in the heat exchange depend on the magnitude of the temperature difference. Temperature difference, ആ ഹൈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ തമ്മിലുള്ള ആ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എത്രത്തോളം ഹീറ്റ് ട്രാൻസ്ഫർ അതിൻ്റെ ഡിഫറൻസ് ഉണ്ടോ, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടോ, അത്രത്തോളം എന്തായിരിക്കും? ഹീറ്റ് ട്രാൻസ്ഫർ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ദിസ് ടെമ്പറേച്ചർ ഡിഫറൻസ് വേരീസ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചർ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന ഹീറ്റ് എക്സ്ചേഞ്ചിങ് ആയിരിക്കില്ല ലാസ്റ്റ് എത്തുമ്പോൾ ഉണ്ടാകുന്നത്. അത് വാരി ചെയ്തുകൊണ്ടിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി therefore it is also convenient to work with the logarithmic mean temperature difference. അതിനൊരു ഒരു മീൻ ടെമ്പറേച്ചറിൻ്റെ റേഞ്ച്, മീൻ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിൻ്റെ മീൻ ടെമ്പറേച്ചർ എത്രയാണ്, ലോ ടെമ്പറേച്ചറിൻ്റെ മീൻ ടെമ്പറേച്ചർ, ഇവ തമ്മിലുള്ള ഒരു മീൻ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്, അതിനെയാണ് LMTD ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് കണ്ട് എഫക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കുന്നത്. വിച്ച് ഈസ് ഈക്വലന്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫ്ലൂയിഡ് അറ്റ് എൻറ്ററിംഗ് ലെങ്ത് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. അതായത് എൻറ്റയർ ലെങ്ത്, മൊത്തത്തിൽ ലെങ്ത്തിൽ എത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് കണ്ടുപിടിക്കുന്നത്. ഇതിനെയാണ് എന്ത്
LMTD, ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ നോക്കുകയാണെങ്കിൽ ഓരോ പോയിന്റിലും വിവിധ ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അത് എല്ലാതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അസ്യൂം ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. സോ ഇതിൻ്റെ ഒരു മീൻ ടെമ്പറേച്ചർ എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് LMTD എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ചിലപ്പോൾ ഇത് 6 മാർക്കിന് 8 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചസ്. ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അക്കോർഡിംഗ് ടു ദ ഫ്ലോ അറേഞ്ച്മെൻറ്റ് അനുസരിച്ച് നമുക്ക് 3ആയി തരംതിരിക്കാം. പാരലൽ ഫ്ലോ, അതുപോലെ തന്നെ കൗണ്ടർ ഫ്ലോ, ക്രോസ് ഫ്ലോ. എന്താണെന്ന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാരലൽ ഫ്ലോയും കൗണ്ടർ ഫ്ലോയും എന്താ ചെയ്യാറുണ്ട്, സാധാരണ വീണ്ടും അത് എടുത്ത് ചോദിക്കാറുണ്ട് എക്സാമിന്. സോ അതൊന്നും നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദ ഫ്ലോ അറേഞ്ച്മെൻറ്റ് ഇത് 3 തരത്തിലാണ്. ഫ്ലോ എങ്ങനെ പോകുന്നു അനുസരിച്ച് പാരലൽ ഫ്ലോ, കൗണ്ടർ ഫ്ലോ ആൻഡ് ക്രോസ് ഫ്ലോ. അക്കോർഡിംഗ് ടു ദ ഹീറ്റ് ട്രാൻസ്ഫർ ഡയറക്റ്റ് കോണ്ടാക്ട് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആൻഡ് റീകുപ്പറേറ്റർ ഓർ ട്രാൻസ്ഫർ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇതിൻ്റെ പേര് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അടുത്തത് 3ാമത്തത് റീജനറേറ്റർ ഓർ സ്റ്റോറേജ് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ്, എങ്ങനെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നതിനനുസരിച്ച് ട്യൂബുലാർ ഹീറ്റ് എക്സ്ചേഞ്ചർ, ഷെൽ ഓർ ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ, ഫിന്നിഡ് ട്യൂബാണ് നമ്മുടെ ഇതിലൊക്കെ ഉള്ളത്. ഏതിൽ? ബൈക്കിൻ്റെ കേസിലൊക്കെ ഫിന്നിഡ് ട്യൂബാണ്. ഓക്കെ, അതുപോലെ തന്നെ കോമ്പാക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇങ്ങനെ അത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ നോക്കുകയാണ് പാരലൽ ഫ്ലോ ആൻഡ് കൗണ്ടർ ഫ്ലോ. പാരലൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഫ്ലൂയിഡ് അതായത് നമുക്ക് ഒരു ഫ്ലൂയിഡ്, ഈ ഒരു ഫ്ലൂയിഡ് ടെമ്പറേച്ചർ കൊണ്ടുപോകേണ്ട ഫ്ലൂയിഡ് അല്ലേ, അങ്ങനെയാണ്. ടെമ്പറേച്ചർ എവിടെ നിന്നാണ് നമുക്ക് ഫ്ലൂയിഡിൽ നിന്ന് കുറയ്ക്കുക, ഏത് ഫ്ലൂയിഡിൽ നിന്നാണോ കുറയ്ക്കേണ്ടത്, അതായത് ഹീറ്റഡ് ഫ്ലൂയിഡ് എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടും. ഇതിലൂടെയാണ് നമ്മൾ ഫ്ലൂയിഡ് പോകുന്നത്. ചുറ്റും എന്തുണ്ടായിരിക്കും, കൂളൻ്റ് ഉണ്ടായിരിക്കും. കൂളൻ്റ് ഫ്ലൂയിഡ് എന്തെങ്കിലും ഉള്ളിലോട്ട് വരുന്നു. നമ്മുടെ ഡയറക്ഷൻ, നമ്മുടെ ഫ്ലൂയിഡ് പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് കൂളൻറ്റും പോകുന്നതെങ്കിൽ, ഈ റെഡ് കാണുന്നത് കൂളൻ്റാണ്, കൂളൻറ്റും പോകുന്നത്, കൂളൻറ്റിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണെന്നെങ്കിൽ അതെന്താണ്, പാരലൽ ഫ്ലോ ആണ്. എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, കൂളൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഈ ഡയറക്ഷനിലാണ് ഇവിടെ ചോദിക്കുന്നത്, ഈ ഡയറക്ഷനിലാണ് കൊടുത്തുള്ളത് അല്ലേ, അതുപോലെ തന്നെ ഫ്ലൂയിഡ് പോകുന്നത് ഈ ഡയറക്ഷനിലാണ്, എന്താണ് ഓപ്പോസിറ്റ് ആണ്, കൗണ്ടർ ഫ്ലോ ആണ്. അങ്ങനെയാണെന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർ ഫ്ലോ. ഇനി ക്രോസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫ്ലൂയിഡ് ഇങ്ങനെ പോകുന്നുണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കൂളൻ്റ് പോകുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണത് ക്രോസ് ഫ്ലോ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, അപ്പോൾ പാരലൽ ഫ്ലോ എന്താണെന്നും കൗണ്ടർ ഫ്ലോ എന്താണെന്നും ക്രോസ് ഫ്ലോ എന്താണെന്നും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, ഇത് വായിക്കുക. ഓക്കെ, നെക്സ്റ്റ് എയർ കംപ്രസർ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എയർ കംപ്രസറാണ്. എയർ കംപ്രസർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എയർ കംപ്രസർ. എന്താണ് എയർ കംപ്രസർ നോക്കിക്കോളൂ. കംപ്രസർ എന്ന് പറഞ്ഞാൽ എന്തിനാണ്, കംപ്രസ് ദ എയർ, അതിൻ്റെ വോളിയം കുറയ്ക്കുക അല്ലേ. നമുക്ക് വോളിയം കുറച്ച് പ്രഷർ കൂട്ടി സ്റ്റോർ ചെയ്ത് പല ആവശ്യങ്ങളുണ്ട് കംപ്രസർ എയർ കൊണ്ട് അല്ലേ. ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് പ്രഷർ ഓഫ് എ ഗ്യാസിൻ്റെ പ്രഷർ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. സാധാരണ എങ്ങനെയാണ്, അതിൻ്റെ വോളിയം കുറച്ചാണ് യൂഷ്വലി എയറിനെ സാധാരണ ഉപയോഗിക്കുക. ബൈ റെഡ്യൂസിങ് ഇറ്റ്സ് വോളിയം ഈസ് കോൾഡ്. വോളിയം കുറച്ച് പ്രഷർ കൂട്ടുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്, കംപ്രഷൻ എന്ന് വിളിക്കുന്നത്. സോ ഓക്കെ, എ കംപ്രസർ ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ് ദാറ്റ് യൂസ്ഡ് ടു കംപ്രസ് ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് കംപ്രസർ. എ കംപ്രസർ കംപ്രസ് ദ ലോ പ്രഷർ ഗ്യാസ് ആൻഡ് ഡെലിവർ ഇറ്റ് ടു ഹയർ പ്രഷർ ഇൻ ദ റൈറ്റ് ക്വാളിറ്റി. നമുക്ക് നല്ല ഏത് ക്വാളിറ്റിയാണ് ആവശ്യം അതിനനുസരിച്ച് നമ്മൾ കൺട്രോൾ വാൾവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറേജ് ടാങ്കിലേക്ക് എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള പ്രഷറൈസ് ചെയ്ത ഗ്യാസിനെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ് അല്ലേ. അതിനെയാണ് കംപ്രസർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് കംപ്രസർ. കംപ്രസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. എന്തൊക്കെയാണ്, കംപ്രസർ ഈസ് വർക്ക് അബ്സോർബിംഗ് ഡിവൈസ്. ഒരു വർക്കിനെ സ്വീകരിക്കുന്ന, അബ്സോർബ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ശരിയല്ലേ. നമ്മൾ കംപ്രസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കംപ്രസറിൻ്റെ മുകളിൽ ഒരു എക്സ്റ്റേണൽ വർക്ക് കൊടുക്കണ്ടേ, എന്നാലേ ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതെന്താണ്, ഒരു അബ്സോർബിംഗ് ഡിവൈസ്, വർക്ക് അബ്സോർബിംഗ് ഡിവൈസസ് ആണ്. രണ്ടാമത്തേതാ, ഇറ്റ് ഇൻക്രീസിങ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ബൈ ഡൂയിങ് വർക്ക് ഓൺ ഇറ്റ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നില്ലേ, പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് വോളിയം കുറച്ചുകൊണ്ട് പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ മുകളിൽ ഒരു വർക്ക് കൊടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ദിസ് മീൻസ് ദിസ് റിക്വയർ ഇൻപുട്ട് ആൻഡ് പ്രൈം മൂവർ ഈസ് റിക്വയർഡ് ഫോർ വർക്കിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രൈം മൂവർ ആവശ്യമില്ലേ. സാധാരണ പ്രൈം മൂവറായിട്ട് നമ്മൾ സാധാരണ ഇലക്ട്രിക് മോട്ടറാണ് ഉപയോഗിക്കാറ്.
ഓക്കെ, ഇലക്ട്രിക് മോട്ടറാണ് ഉപയോഗിക്കാറുള്ളത് അല്ലേ. നമുക്കത് കണ്ടിട്ടുണ്ടാവും, നമ്മൾ പമ്പിലൊക്കെ പോകുമ്പോൾ കാറ്റടിക്കാൻ പോകുന്ന സമയത്ത് അല്ല ടയറും കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനൊരു മുകളിലൊരു പമ്പ് ഉണ്ടായിരിക്കും, ആ ടാങ്കിൻ്റെ മുകളിലൊരു പമ്പ് ഉണ്ടായിരിക്കും. ആ പമ്പാണ് എന്ത് ചെയ്യുന്നത്, ആ കംപ്രസറിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. സോ ആ ഇലക്ട്രിക് മോട്ടോറാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ബട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, IC എഞ്ചിൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ടർബൈനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രൈം മൂവറായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എയർ കംപ്രസർ. എയർ കംപ്രസർ എന്നാൽ എയറിനെ കംപ്രസ് ചെയ്യുന്ന കംപ്രസറിനെ വിളിക്കുക നമുക്ക് എയർ കംപ്രസർ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് എ കംപ്രസർ യൂസ്ഡ് ഫോർ കംപ്രസിങ് എയർ ഈസ് കോൾഡ് എയർ കംപ്രസർ. ഇത്രയേ ഉള്ളൂ. എയറിനെയാണ് കംപ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എയർ കംപ്രസർ. എയർ ഫ്രം അറ്റ്മോസ്ഫിയർ ഈസ് സക്ക്ഡ് ഇൻ ടു കംപ്രസർ. എയർ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിൽ നിന്ന് സക്ക് ചെയ്യണം, വലിച്ചെടുക്കുന്നു. The compressor then compresses air to high pressure and delivers into a storage tank. ഒരു സ്റ്റോറേജ് ടാങ്കിലേക്ക് ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റോറേജ് ടാങ്കിലേക്ക് അതിൻ്റെയും സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം ദ റിസർവോയർ കംപ്രസ്ഡ് എയർ ക്യാൻ ബി സപ്ലൈഡ് ടു ഡിസൈഡ് ലൊക്കേഷൻ ത്രൂ പൈപ്പ്ലൈൻസിലൂടെ എന്ത് ചെയ്യുന്നു, ഡിസൈഡ് എവിടെയാണോ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ആ ഭാഗത്തോട്ട് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് എയർ കംപ്രസർ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ പ്രൈം മൂവർ എന്ന് പറയുന്ന ഇലക്ട്രിക് മോട്ടോറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് മോട്ടോർ എന്ത് ചെയ്യുന്നു, എയർ കംപ്രസറിനെ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഫിൽറ്റർ വഴി, ഇത് ഫിൽറ്ററാണ്, എയർ ഇൻലെറ്റ് 1 atm അറ്റ്മോസ്ഫിയർ പ്രഷറിൽ, ഇതിന് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് 1 atm ആണല്ലോ, അത് ഒരു എയർ ഫിൽറ്ററിലൂടെ കടന്ന് ഉള്ളിലോട്ട് വരുന്നു. ഈ കംപ്രസറിൽ വെച്ചിട്ട് അതിൻ്റെ വോളിയം കുറച്ച് ഹൈ പ്രഷറിലേക്ക് എന്ത് ചെയ്യുന്നു, മാറ്റിയതിന് ശേഷം അത് പൈപ്പ് ലൈൻസ് വഴി നമ്മൾ സ്റ്റോറേജ് ടാങ്കിലേക്ക് വന്നിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊരു സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് എയർ കംപ്രസറാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് യൂസസ് ഓഫ് കംപ്രസ്ഡ് എയർ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നത് അല്ലേ? ഒന്ന്, കംപ്രസ്ഡ് എയർ എൻജിൻ, എയർ മോട്ടോഴ്സ് യൂസ്ഡ് ടു കോൾ മൈൻസിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇഞ്ചക്ഷൻ ഓഫ് സ്പ്രേ ഫ്യൂവൽ ഇൻ ടു സിലിണ്ടർ ഓഫ് ഡീസൽ എഞ്ചിൻ്റെ എഞ്ചിനിലേക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സിൽ എന്ത് ഉപയോഗിക്കാറുണ്ട്, നമ്മൾ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കാറുണ്ട്. ഓപ്പറേറ്റിംഗ് ന്യൂമാറ്റിക് മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ന്യൂമാറ്റിക് മെഷീൻസും എക്യുപ്മെൻറ്റ്സൊക്കെ ഉപയോഗിക്കാൻ, ഡ്രിൽസ്, ഹാമേഴ്സ് പോലുള്ള ന്യൂമാറ്റിക് എക്യുപ്മെൻറ്റ്സുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കംപ്രസ്ഡ് എയർ ഉപയോഗിക്കാറുണ്ട്. എയർ ബ്രേക്കേജ് ഫോർ ലോക്കോമോട്ടീവ്സ് ആൻഡ് റെയിൽവേ കാർനേജസ്, ബസ്സസ് ആൻഡ് ട്രക്സ്. നമ്മൾ എയർ ബ്രേക്സ് ആണ് ഇപ്പോൾ എന്ത് ചെയ്യാറുള്ളത്, ഉപയോഗിക്കാറുള്ളത് അല്ലേ. അതിനുവേണ്ടി കംപ്രസ്ഡ് എയർ വേണം. പിന്നെ ഫോർ സ്മോൾ യൂണിറ്റ് സച്ച് ആസ് റെഫ്രിജറേറ്റർ കംപ്രസർ ടു ദ ഹ്യൂജ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. സ്മോൾ ആയിട്ടുള്ള നമ്മുടെ റെഫ്രിജറേറ്ററിൽ വരെ, അതായത് ഫ്രിഡ്ജിൽ വരെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അതുപോലത്തെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്ട് ഇതുപോലത്തെ കംപ്രസ്ഡ് എയർ ആവശ്യമാണ്. പിന്നെ യൂസസ് ഓഫ് കംപ്രസ്ഡ് എയർ എന്താ, അടുത്ത ഭാഗം വാട്ടർ പമ്പ്സ് ആൻഡ് സ്പ്രേ പെയിൻറ്റ്സ് മെഷീൻ. അതായത് വാട്ടർ പമ്പ്സിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഇതുപോലെ കംപ്രസ്ഡ് ജെറ്റ് പമ്പ്സ് ഒക്കെ അറിയില്ലേ, അപ്പോൾ അതിലൊക്കെ നമ്മൾ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്പ്രേ പെയിൻറ്റ് ഉപയോഗിക്കുമ്പോഴോ അവിടെ വേണം. ഓക്കെ, ഫോർ സ്റ്റാർട്ടിങ് ഓഫ് എയർക്രാഫ്റ്റ് എഞ്ചിൻ ആൻഡ് ലാർജ് ഹെവി ഡീസൽ എഞ്ചിൻ. ലാർജ് എഞ്ചിൻസും അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് എഞ്ചിൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കംപ്രസ്ഡ് എയർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫോർ ഇൻഡസ്ട്രിയൽ ക്ലീനിങ് പർപ്പസിന് സച്ച് ആസ് ക്ലീൻ വർക്ക്ഷോപ്പ് മെഷീൻ, ജനറേറ്റർ, ഓട്ടോമൊബൈൽസ് ഒക്കെ അല്ലേ. നമുക്കറിയാം വെള്ളം കൊണ്ട് കഴിഞ്ഞാൽ റെസ്റ്റ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ടു ഓപ്പറേറ്റ് ബ്ലാസ്റ്റ് ഫർണസ് ആൻഡ് ഗ്യാസ് ടർബൈൻ പ്ലാന്റ്സ്, അതുപോലെ തന്നെ സൂപ്പർ ചാർജിങ് IC എഞ്ചിൻ, ഇവിടെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കംപ്രസ്ഡ് എയർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏകദേശം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് കംപ്രസർ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കംപ്രസർ ടൈപ്പ് 2 പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ ഡൈനാമിക് എന്നും വിളിച്ചിട്ടുണ്ട്. ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിനെ വീണ്ടും റോട്ടറി എന്നും റെസിപ്രോക്കറ്റിംഗ് എന്നും വിളിച്ചിട്ടുണ്ട്. റെസിപ്രോക്കറ്റിനെ ഡയഫ്രം, അതുപോലെ തന്നെ ഡബിൾ ആക്ടിങ്, സിംഗിൾ ആക്ടിങ് ആൻഡ് ഡബിൾ ആക്ടിങ്, റെസിപ്രോക്കറ്റിംഗ്. ഓക്കെ, ഇപ്പോൾ റോട്ടറി ആകുമ്പോൾ അതിൽ വെയിൻ ഉണ്ട്, സ്ക്രോൾ ഉണ്ട്, ലിക്വിഡ് റിംഗ് ഉണ്ട്, സ്ക്രൂ ഉണ്ട്, ലോബ് ഉണ്ട്. ഇത് വീണ്ടും സബ് ക്ലാസിഫിക്കേഷനാണ്. ഇതിന് സെൻട്രിഫ്യൂഗൽ ആൻഡ് ആക്സിയൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ എക്സ്ട്രാ ഒന്നുമില്ല. നെക്സ്റ്റ് ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ടോ നോക്കിക്കോളൂ. എയർ കംപ്രസറിനെ വീണ്ടും നമുക്ക് റെസിപ്രോക്കറ്റിംഗ് ആൻഡ് റോട്ടറി കംപ്രസർ എന്ന് 2 തരംതിരിക്കാം. ഈ റെസിപ്രോക്കറ്റിനെ വീണ്ടും നമ്പർ ഓഫ് സ്റ്റേജിനനുസരിച്ച് സിംഗിൾ സ്റ്റേജ്, മൾട്ടി സ്റ്റേജ് എന്ന് വിളിക്കാം. ഓക്കെ, നമ്പർ ഓഫ് സ്ലൈഡ്സ്, പിസ്റ്റൺ ഇൻ ഓപ്പറേഷൻ, എത്രത്തോളം പിസ്റ്റൺസ് ആണ് ഒരേ ടൈമിൽ ഓപ്പറേഷൻ വരുന്നതനുസരിച്ച്
വീണ്ടും അതിനെ സിംഗിൾ ആൻഡ് ഡബിൾ ആക്റ്റിംഗ്, സിംഗിൾ ഒരു ഡയറക്ഷനിൽ മാത്രമാണോ അല്ലെങ്കിൽ 2 ഡയറക്ഷനിലും പ്രവർത്തിക്കുന്നുണ്ടോ അതിനെ സിംഗിൾ ആക്റ്റിംഗ് ഡബിൾ ആക്റ്റിംഗ് എന്ന് വിളിക്കാം. ഇവിടെ സിംഗിൾ സ്റ്റേജ് മൾട്ടി സ്റ്റേജ് ആണ്. ഇതിപ്പോൾ എന്താണ്, ഇവിടുന്ന് കംപ്രസർ എയർ വീണ്ടും അടുത്തേക്ക് പോവുകയാണെങ്കിൽ അത് മൾട്ടി സ്റ്റേജ് ആണ്. ഇല്ല, ഒറ്റ പിസ്റ്റൺ മാത്രമേ ഉള്ളെങ്കിൽ അത് സിംഗിൾ സ്റ്റേജ് ആണ്. ഇനി ഒരു പിസ്റ്റൻ്റെ 2 ഭാഗങ്ങളും ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താണ്, ഡബിൾ ആക്റ്റിംഗ് എന്ന് വിളിക്കും. ഒരു ഭാഗം മാത്രം ആക്ട് ചെയ്യുകയാണെങ്കിൽ സിംഗിൾ ആക്റ്റിംഗ്, ഇതൊക്കെ അറിയുന്നതാണ് നിങ്ങൾക്ക് അല്ലേ. അതുപോലെ തന്നെ റോട്ടറി കംപ്രസർ ഉണ്ട്, അത് സെൻട്രിഫ്യൂഗൽ കംപ്രസറാണ് അല്ലേ, സെൻട്രിഫ്യൂഗൽ കംപ്രസർ. നെക്സ്റ്റ് റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ ചോദിക്കാറുണ്ട്. റെസിപ്രോക്കറ്റിംഗ് കംപ്രസറെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഒരു ടയർ കടയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും അല്ലേ, പ്രൈം മൂവർ കാണുന്നുണ്ടോ, ഇതാണ് മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ, ഡ്രൈവിംഗ് മോട്ടോർ, ഇതാണ് നമ്മുടെ കംപ്രസർ. ഈ കംപ്രസറിന് എന്ത് ചെയ്യും, വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബെൽറ്റ് വഴി എന്ത് ചെയ്യുന്നു, കപ്പിൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഡ്രൈവ് പോയിട്ടുണ്ടാവും, ഒരു പുള്ളിയിലേക്ക് പോയിട്ടുണ്ടാവും. ആ പുള്ളി റൊട്ടേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, ഇതിനൊരു മൂവ്മെൻറ്റ്, റെസിപ്രോക്കറ്റിംഗ് മൂവ്മെൻറ്റ് കിട്ടും അല്ലേ. ആ റെസിപ്രോക്കറ്റിംഗ് മൂവ്മെൻറ്റ് കൊണ്ട് ഇതിനുള്ളിൽ ട്രാപ്പ് ചെയ്യുന്ന എയറിനെ കംപ്രസ് ചെയ്ത് എയറിനെ ഇവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അതിനൊരു ഇൻലെറ്റ് എക്സോസ്റ്റ് വാൾവ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കാണ്ട്, എന്താണ് ഏതൊക്കെ ടൈപ്പ് കംപ്രസർ ഉണ്ടെന്ന് പഠിക്കാണ്ട്. സോ ഫസ്റ്റ് വൺ, reciprocating compressor is a positive displacement machine with a construction detail similar to IC engine. IC engine സിമിലർ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഉള്ള ഒരു കംപ്രസറാണ് എന്ന് പറയുന്നത് റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ. ബട്ട് അൺലൈക്ക് IC engine there is no combustion of gas to drive the piston. പിസ്റ്റനെ ഡ്രൈവ് ചെയ്യുന്നത് കമ്പസ്റ്റൻ ഗ്യാസ് ഒന്നുമല്ല. എങ്ങനെയാണ്, അത് ഒരു പ്രൈം മൂവർ വെച്ചുകൊണ്ടാണ്. ഇൻസ്റ്റെഡ് ഓഫ് പിസ്റ്റൺ നൗ യൂസ് ടു കംപ്രസർ യൂസ് ഗ്യാസ് ഇസ് ക്ലോസ്ഡ് വോളിയം. ഈ പിസ്റ്റൺ ഈസ് നൗ യൂസ്ഡ് ടു കംപ്രസ് ദ ഗ്യാസ്. എന്തിനു വേണ്ടിയിട്ടാണ്, അതിനുള്ളിൽ ട്രാപ്പ് ചെയ്യുന്ന ഗ്യാസിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ കമ്പസ്റ്റിൻ നടത്താനല്ല അല്ലേ. അപ്പോൾ അതിനെ മൂവ് ചെയ്യണം, ആ പിസ്റ്റനെ മൂവ് ചെയ്യുന്നത് ആരാണ്, ഒരു പ്രൈം മൂവർ ആയുള്ള ഒരു മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ വഴിയാണത്. അല്ലെങ്കിൽ വേറെ അതർ മീൻസ് ഞാൻ പറഞ്ഞു, എങ്ങനെ ജനറേറ്റർ ഉപയോഗിക്കാം അല്ലേ, വേറെ മെത്തേഡ് ടർബൈൻസ് ഉപയോഗിക്കാം. അങ്ങനെ എന്ത് ചെയ്യാം, ഇതിനെ കറക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു പ്രൈം മൂവർ വഴി എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഈ ഒരു കംപ്രസറിനെ നമ്മൾ കറക്കി അതിനുള്ളിൽ ഉണ്ടാവുന്ന എയറിനെ ട്രാപ്പ് ചെയ്ത് എയറിനെ കംപ്രസ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ മാത്രമാണ് ഈ കംപ്രസറിനുള്ളത്. ഓക്കെ, അതങ്ങനെ കംപ്രസ് ചെയ്ത വായുവിന് അല്ലെങ്കിൽ എയറിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിൻ്റെ കുറച്ചുകൂടി നല്ല ഒരു സ്കിമാറ്റിക് ഡയഗ്രം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നോക്കിക്കോളൂ, ഇതിൻ്റെ വർക്കിംഗ് ആണ്. ഇതിൻ്റെ വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. It consists of cylinder in which piston reciprocate by means of external source of work. External source of workന് കാരണം ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, റെസിപ്രോക്കേറ്റ് ചെയ്യും, മുകളിലോട്ടും താഴത്തോട്ടും. ഇത് താഴോട്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, എയർ ഇൻലെറ്റ് വഴി എയർ ഇതിനുള്ളിലേക്ക് വരികയും അതിനുശേഷം ഈ വാൾവ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിലോട്ടുള്ള അപ്വാർഡ് സ്ട്രോക്കിന് സമയത്ത് ഇവിടെ ഒരു വേണ്ടത്ര പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. വേണ്ടത്ര പ്രഷർ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു എക്സോസ്റ്റ് വാൾവ് ഉണ്ട്. ആ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ചെയ്യുകയും ഇതുവഴി പുറത്തോട്ട് സ്റ്റോറേജ് ടാങ്കിലേക്ക് എയർ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഇതാണ് സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാം. ഇതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. സ്കിമാറ്റിക് ഡയഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വരച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ അത് ഇൻലെറ്റ് വാൾവ് കണ്ടോ, ഇൻലെറ്റ് എയർ വരുന്നുണ്ട്, അതിനുശേഷം അത് കംപ്രസ് ചെയ്യുന്നു. ഒരു പ്രത്യേക പ്രഷർ ആകുമ്പോൾ ഔട്ട്ലെറ്റ് വാൾവ് എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും. ഈ ഒരു ഔട്ട്ലെറ്റ് വാൾവ് വഴി നേരെ എങ്ങോട്ട് പോകുന്നു, സ്റ്റോറേജ് ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അതിൻ്റെ വർക്കിംഗ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വെൻ ദ പിസ്റ്റൺ മൂവ് ഡൗൺവേർഡ് ദ പ്രഷർ ഇൻസൈഡ് ദ സിലിണ്ടർ മെയ്ഡ് ലെസ് ദാൻ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ. കാരണം ആ നെഗറ്റീവ് പ്രഷർ അനുഭവപ്പെടും. അറ്റ്മോസ്ഫിയറിൽ നിന്നും എന്ത് ചെയ്യും, എയർ ഉള്ളിലോട്ട് സക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഡ്യൂറിങ് ദ റിട്ടേൺ സ്ട്രോക്ക് ദ പിസ്റ്റൺ ഇസ് മൂവ് ദ പ്രഷർ ഇൻ ദ സിലിണ്ടർ വിൽ റൈസ്. അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ എന്ത് ചെയ്യുന്നു, കൂടുന്നു. ആൻഡ് ദ ഇൻലെറ്റ് വാൾവ് ക്ലോസസ് വെൻ ദ പ്രഷർ ഇൻ ദ സിലിണ്ടർ ഇസ് ജസ്റ്റ് അബവ് ദാറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ തൊട്ട് മുകളിലെത്തുന്ന മുകളിലാവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻലെറ്റ് വാൾവ് ക്ലോസ് ചെയ്യുകയും പിന്നെ ഓപ്പൺ ചെയ്യും, ഔട്ട്ലെറ്റ് വാൾവ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതിൻ്റെ ഒരു വർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, 2 സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. അതായത് ഇവിടെ രണ്ട് കംപ്രസർ ഉണ്ടായിരിക്കും. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു കംപ്രസർ വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ഫൈനൽ സ്റ്റേജിൽ അടുത്ത സെക്കൻഡ് സ്റ്റേജിൽ വേറൊരു കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്നും എയർ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് പിസ്റ്റണിലേക്ക് പോകുന്നു, അഥവാ ലോ പ്രഷർ സിലിണ്ടറിലേക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്നും എയർ സക്ക് ചെയ്തെടുക്കുന്നു. ഇവിടെ ഒരു കംപ്രഷൻ നടക്കുന്നു, പ്രഷർ കൂട്ടിയിട്ട് ഇൻ്റർകൂളർ എന്ത് വെക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി വെക്കുകയാണ്. ഹീറ്റ് കുറച്ച് അടുത്ത
സിലിണ്ടറിൻ്റെ ഇൻലെറ്റിലേക്ക് ഈ കംപ്രസ്ഡ് ലോ പ്രഷർ സിലിണ്ടറിൽ നിന്നുള്ള കംപ്രസ്ഡ് എയർ ആണ് എന്ത് ചെയ്യുന്നത് ഇൻലെറ്റായി കൊടുക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും ഒന്നും കൂടി കംപ്രഷൻ നടന്നു വീണ്ടും എന്ത് ചെയ്യും അത് എയർ പുറത്തോട്ട് പോകുന്നു. ഔട്ട്ലെറ്റ് വാൾവ് വഴി സ്റ്റോറേജ് ടാങ്കിലേക്ക് പോവുകയാണ്. 2 പ്രാവശ്യം 2 സിലിണ്ടറുകളിൽ വെച്ചിട്ട് കംപ്രഷൻ നടക്കുന്നുണ്ട്. അതിൽ ലോ പ്രഷർ കംപ്രഷൻ സിലിണ്ടർ ഉണ്ടായിരിക്കും, ഇവിടെ ഹൈ പ്രഷർ കംപ്രഷൻ സിലിണ്ടറും ഉണ്ടായിരിക്കും. ഇവിടെ എന്തായിരിക്കും കുറച്ചും കൂടി കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഹെവി ആയിരിക്കും, ഇവിടെ ലൈറ്റ് ആയിരിക്കും. കാരണം കംപ്രഷൻ കൂടുതൽ പ്രഷറിലേക്ക് കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ എന്ത് ചെയ്യും പവർ ആവശ്യം വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇതിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രം ചോദിച്ചാൽ ഈ ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. അതായത് 2 സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രം ചോദിച്ചാൽ ഇതാണ് വരയ്ക്കേണ്ടത്. ഇത് വരച്ചതിന് ശേഷം ഈ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. ക്ലിയർ ആണല്ലോ? എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് വേർഡാക്കി ഇവിടെ കൊടുത്തിട്ടുള്ളത് മാത്രം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, അപ്പോൾ ഇതിൻ്റെ വീഡിയോ പോസ് ചെയ്യുക, കാര്യങ്ങൾ വായിച്ച് നോക്കുക. നെക്സ്റ്റ്, ഇൻ്റർകൂളർ. അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർകൂളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ? കാരണം ഇത് പ്രഷർ വോളിയം കുറച്ച് പ്രഷർ കൂട്ടുന്ന സമയത്ത് അതിന് ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക് കൂടുതലായി പോകും, ടെമ്പറേച്ചർ കൂടി വരും. സോ ആ ടെമ്പറേച്ചർ കുറക്കുക എന്നുള്ളൊരു ഫംഗ്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻ്റർകൂളർ. അല്ലേ? കൂളിംഗ് സിസ്റ്റം ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഇൻ്റർകൂളർ സിംപ്ലി എ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ് വിച്ച് ഹീറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ എയർ ആഫ്റ്റർ കംപ്രഷന് ശേഷം ഉണ്ടാകുന്ന ഹൈ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക കുറക്കുക എന്നുള്ളൊരു ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ വെക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് എന്ത് പറയുന്നത് ഇൻ്റർകൂളർ എന്ന് പറയുന്നത്. കൂളിംഗ് വാട്ടർ പാസസ് ത്രൂ ദ ട്യൂബ്സ്. ഈ ട്യൂബ്സിനുള്ളിലൂടെ എന്ത് ചെയ്യാറുണ്ട്? കൂളിംഗ് വാട്ടർ കടത്തിവിടാറുണ്ട്. അതിൻ്റെ മുകളിലൂടെ എയർ കണ്ടില്ല, എയർ വന്നിട്ട് ആ കൂളിംഗ് വാട്ടറിൽ വന്നിടിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ട്രാൻസ്ഫറിങ് നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ്റർകൂളർ ഈസ് മൗണ്ടഡ് ഹൊറിസോണ്ടലി ബിറ്റ്വീൻ ദ സിലിണ്ടർ. 2 സിലിണ്ടറുകൾക്കിടയിൽ ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഇൻ്റർകൂളർ വെച്ചിട്ടുണ്ടായിരിക്കുക. ഇവിടെ നോക്കൂ മിനിറ്റ്. ഓക്കെ, നേരത്തെ കണ്ടില്ലേ നമ്മൾ സിലിണ്ടർ കഴിഞ്ഞ് അവിടുന്ന് ഇൻ്റർകൂളർ കൊടുത്തതിന് ശേഷമാണ് അടുത്ത സിലിണ്ടറിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ അത് 2-3 കൂടി എന്താണ് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ. ഇത് ചോദിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 6 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടി സ്റ്റേജ് കംപ്രസർ. മൾട്ടി സ്റ്റേജ് കംപ്രസറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? The work done per kilogram air is reduced multi-stage compression with intercooling compared to single stage compression for the same delivery pressure. അല്ല, ഒരു പ്രഷർ നമ്മളിപ്പോൾ എക്സാമ്പിൾ 100 പാസ്കൽ പ്രഷറാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലേ, എന്തായിരിക്കും ഇതൊരു പ്രഷർ. ഈ പ്രഷർ എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ ചെയ്യുന്ന സമയത്തും 2 സിലിണ്ടർ ചെയ്യുന്ന സമയത്തും വർക്കിന് വ്യത്യാസം ഉണ്ടല്ലോ, അതിൻ്റെ എഫേർട്ടിന് വ്യത്യാസം ഉണ്ടല്ലോ. സോ എന്താണ് കുറച്ചും കൂടി സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഡബിൾ സ്റ്റേജിലായിരിക്കും അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജിലായിരിക്കും. ഓക്കെ, ഇറ്റ് ഇംപ്രൂവ്സ് ദ വോളിയോമെട്രിക് എഫിഷ്യൻസി ഫോർ ദ ഗിവൺ പ്രഷർ റേഷ്യോ. വോളിയോമെട്രിക് എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ദ സൈസ് ഓഫ് 2 സിലിണ്ടർ മേ ബി അഡ്ജസ്റ്റഡ് ടു സ്യൂട്ട് വോളിയം ആൻഡ് പ്രഷർ ഓഫ് ദ എയർ. എയറിൻ്റെ വോളിയത്തിനെയും അതുപോലെ പ്രഷറിനെയും അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ വർക്കിംഗ് സിലിണ്ടേഴ്സിൻ്റെ സൈസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റാൻ കഴിയും. ഇറ്റ് റെഡ്യൂസസ് ലീക്കേജ് ലോസ് കൺസിഡറബിളി. ലീക്കേജ് ലോസ് എന്ത് ചെയ്യാം? നന്നായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇറ്റ് ഗീവ്സ് മോർ യൂണിഫോം ടോർക്ക് കിട്ടും. ഇറ്റ്സ് എ സ്മോളർ സൈസ് ഫ്ലൈ വീൽ ഈസ് റിക്വയർഡ്. കാരണം കുറഞ്ഞ പ്രഷറെ നമുക്ക് കംപ്രസ് ചെയ്യാണ്ടാവുള്ളൂ. 2 കംപ്രസർ വെച്ച് 2 സിലിണ്ടറാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂണിഫോം ടോർക്ക് ലഭിക്കുന്നതാണ്. ഇറ്റ് പ്രൊവൈഡ് എഫക്റ്റീവ് ലൂബ്രിക്കേഷൻ ബിക്കോസ് ഓഫ് ദ ലോവർ ടെമ്പറേച്ചർ റേഞ്ച് അതുകൊണ്ട് ലൂബ്രിക്കേഷൻ നന്നായിട്ട് എന്ത് ചെയ്യും? വർക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് കംപ്രഷൻ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ്, നമ്മളിപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ് പഠിച്ചത്. അതിൽ സിംഗിൾ സ്റ്റേജ് പറഞ്ഞു, മൾട്ടി സ്റ്റേജ് പഠിച്ചു. നെക്സ്റ്റ്, റോട്ടറി കംപ്രസറിൽ എന്തായിരിക്കും? കംപ്രഷൻ ടേക്ക് പ്ലേസ് ഡ്യൂ ടു ദ റോട്ടറി ആക്ഷൻ അല്ലേ? റോട്ടറി മൂവ്മെൻറ്റ് കൊണ്ടായിരിക്കും കംപ്രഷൻ നടക്കുന്നത്. എന്താണ്? റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് ഓപ്പറേഷനിൽ ആര് പറ്റത്തില്ല? റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് പറ്റത്തില്ല. സോ അങ്ങനത്തെ ഒരു അവസരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റോട്ടറി കംപ്രസർ. ബിക്കോസ് ഓഫ് ദ ലാർജ് ഇനേഷ്യ ഫോഴ്സസ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്? അവരുടെ ഇനേഷ്യ ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. ദ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ആർ നീഡ് ടു ഓപ്പറേറ്റ് അറ്റ് സ്ലോ സ്പീഡ് വിച്ച് ലിമിറ്റ്സ് ദ കപ്പാസിറ്റി ഓഫ് ദ മെഷീൻ. അത് മെഷീൻ്റെ കപ്പാസിറ്റി എന്തെയും ലിമിറ്റ് ചെയ്യപ്പെടും. പിന്നെ അല്ലെങ്കിൽ ഹ്യൂജ് കൺസ്ട്രക്ഷന് വേണ്ടി വരും അല്ലേ? അത് വളരെ നമുക്ക് എന്ത് ചെയ്യാം? ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് തന്നെ റോട്ടറി കംപ്രസേഴ്സ് ഡു നോട്ട് പോസസ് എനി റെസിപ്രോക്കേറ്റിംഗ് പാർട്സ്. ഒരു റെസിപ്രോക്കേറ്റിംഗ് പാർട്സും കാണപ്പെടാത്ത, റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ഒരു ഇനേഷ്യ വരുന്നുണ്ടല്ലോ, ഒരു എൻഡിൽ പോയി നിൽക്കുന്നു, ഓപ്പോസിറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇനേഷ്യ അവിടെ വരുന്നുണ്ട്. സോ പക്ഷെ അങ്ങനെയല്ല ആരുടെ കേസിൽ, റോട്ടറി കംപ്രസേഴ്സിൻ്റെ കേസിൽ ഒരു തരത്തിലുമുള്ള ഇനേഷ്യ ഫോഴ്സും അനുഭവപ്പെടുന്നില്ല. അതിനാൽ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് റോട്ടറി കംപ്രസേഴ്സ്. ഓക്കെ, ദ സപ്ലൈ ഓഫ് ലാർജ് ക്വാണ്ടിറ്റി, അതായത് അതുപോലെ തന്നെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എയറിന് സപ്ലൈ ചെയ്യാൻ കഴിയും ആർക്ക്, റോട്ടറി കംപ്രസേഴ്സിന്. പിന്നെ എന്താ ചെയ്യും, ഡെലിവറി പ്രഷർ ഇസ് റിലേറ്റീവ്ലി ലോ. പക്ഷെ എന്താ, പ്രഷർ മാത്രം കുറച്ച് എന്തായിരിക്കും, കുറവായിരിക്കും ആര് തരുന്നതിനേക്കാൾ, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് തരുന്നതിനേക്കാൾ. ദേ റൺ മച്ച് ഹയർ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്താണ് റോട്ടറി കംപ്രസറിൻ്റെ മേന്മകളാണ് കേട്ടോ. സോ അഡ്വാൻറ്റേജസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അഡ്വാൻറ്റേജസിൽ എഴുതാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് റൂട്ട് ബ്ലോവേഴ്സ് കംപ്രസർ. അതിൽ ഫസ്റ്റ് മോഡൽ റൂട്ട് ബ്ലോവർ കംപ്രസർ. ഓക്കെ, ഇത് ബ്ലോവർ, ഇതൊരു ലോബ് കംപ്രസേഴ്സ് എന്നും കൂടി വിളിക്കാറുണ്ട്. ലോബ് പോലെ ഇരിക്കും അല്ലേ, 2 ലോബുകളാണ്. ഈ ലോബിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്, രണ്ടും ഒന്ന് ക്ലോക്ക് വൈസിലും ഒന്ന് എന്ത് ചെയ്യുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്. ഒന്ന് ക്ലോക്ക് വൈസിലും ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്. അപ്പോൾ എയർ ഇൻടേക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്ത് ട്രാപ്പ് ചെയ്യുന്ന എയർ എന്ത് സംഭവിക്കും, ഇത് കറങ്ങുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കൂടി വന്ന് ഇവിടെ എന്ത് ചെയ്യും, വീണ്ടും വോളിയം കുറഞ്ഞ് ഇവിടെ നിന്ന് പ്രഷറൈസ് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു, വളരെ കൂടുതൽ ഏരിയ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ കൂടുതൽ വോളിയം ഉണ്ട്. ആ ഭാഗത്ത് പ്രഷർ കുറവായിരിക്കും. ഇതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ ട്രാപ്പായി ഹൈ പ്രഷറിലേക്ക് എന്ത് ചെയ്യുന്നു, മാറുന്നു. ഹൈ പ്രഷറിലേക്ക് മാറിയിട്ട് നേരെ എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് കടന്നു പോകുന്നു. അങ്ങനെ ഹൈ പ്രഷർ റീജിയനിലോട്ട് പ്രഷർ ഉള്ള എയർ ആണ് എന്ത് ചെയ്യുന്നത്, ഡെലിവറിക്ക് വരുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 റോട്ടേഴ്സ് ഈച്ച് ഹാവിങ് 2 ലോബ്സ്. 2 ലോബ്സ് ആണുള്ളത്. ആൻഡ് ആർ എൻക്ലോസ്ഡ് ബൈ കേസിംഗ്. 2 റോട്ടേഴ്സ് ആർ ഡ്രൈവൺ ബൈ എ പെയർ ഓഫ് ഈക്വൽ സ്പർ ഗിയേഴ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. ദ റോട്ടർ റൊട്ടേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആസ് ദ റോട്ടർ റൊട്ടേറ്റ് ഫർദർ എയർ ഈസ് ട്രാപ്ഡ് ബിറ്റ്വീൻ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ എയർ ട്രാപ്പായ എയർ എന്ത് ചെയ്യും, അടുത്ത ഭാഗം ഈ ലോബ് കിടന്ന് ഇങ്ങോട്ട് വരും, ഈ ഭാഗത്തോട്ട് വരും അല്ലേ. ആ സമയത്ത് ഏകദേശം ഇതേ പൊസിഷനിൽ വരും, ഈ ഫസ്റ്റ് നിൽക്കുന്ന ഈ പൊസിഷനിൽ വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ട്രാപ്പായിട്ടുള്ള എയർ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക് അതിൻ്റെ വോളിയം കുറഞ്ഞു ഇവിടെ കംപ്രസറായി എന്ത് ചെയ്യും, ജസ്റ്റ് പിന്നെയും ഇങ്ങോട്ട് കറങ്ങുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഓപ്പൺ ആകുമ്പോൾ ഈ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ എന്ത് ചെയ്യും, മുകളിലോട്ട് ട്രാവൽ ചെയ്തു പോകും. ക്ലിയർ ആണോ? ഇത് ഫസ്റ്റ് കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷനാണ്. ഈ ഒരു കണ്ടീഷനിൽ നിന്നും ഈ ഒരു ഭാഗം രണ്ടാമത്തെ ഈ കണ്ടീഷനിലേക്ക് വരുന്ന സമയത്ത് ട്രാപ്പായി പോവുകയാണ്. എയർ ട്രാപ്പായത് വോളിയം കുറഞ്ഞ് പ്രഷർ കൂടുന്ന അവസ്ഥയിലേക്ക് വരും. പിന്നെ എന്ത് ചെയ്യും, പിന്നെയും ഇത് ഇങ്ങോട്ട് കറങ്ങുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, റിലീസാവും. ഈ എയർ എന്ത് ചെയ്യും, ഡെലിവറി വളവ് വഴി പുറത്തോട്ട് പോകും. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്, ഇതിൻ്റെ വർക്കിംഗ്. ഇപ്പോൾ ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ വരയ്ക്കുക, വീഡിയോ ഒന്നുകൂടി ബാക്ക് അടിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫിഗർ വരച്ച് മനസ്സിലാക്കുക. ഇതാണെന്ന് വിളിക്കുന്നത് ബ്ലോവർ കംപ്രസർ, റൂട്ട്സ് ബ്ലോവർ കംപ്രസർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് വിളിക്കാറുണ്ട്, ലോബ് കംപ്രസേഴ്സ് എന്ന് വിളിക്കുക, ലോബ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വെയിൻ ബ്ലോവർ. ഇവിടെ വെയിൻ ബ്ലോവറാണ്. ഇവിടെ ഒരു വെയിൻ കാണാൻ ഡിഫറെൻറ്റ് ലെങ്ത്തുള്ള വെയിൻസുകളാണ് ഉള്ളത്. സോ ഈ ഒരു ഭാഗം, ഇതിൻ്റെ ഉൾഭാഗം റൊട്ടേറ്റിംഗ് ഡ്രം റൊട്ടേഷൻ ചെയ്യുന്നതനുസരിച്ച് ഈ ഏരിയ അങ്ങനെ കുറഞ്ഞ് വരുന്നു കണ്ടേ. അതുപോലെ കുറഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ കംപ്രഷൻ നടക്കും. ഇങ്ങനെ വന്നിട്ട് പുറത്തോട്ട് എന്ത് ചെയ്യുന്നു, എയർ പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇൻടേക്കാണ്, ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ വോളിയം കൂടുതലാണ്. ഇതിങ്ങനെ കറങ്ങുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു ലോബിൻ്റെ ലെങ്ത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു, എയർ ട്രാപ്പ് ചെയ്തിട്ട് കംപ്രഷൻ നടന്ന് പുറത്തോട്ട് ഡെലിവറി വാൾവ് വഴി പുറത്തോട്ട് പോകുന്നു. ഇതിനെയാണ് ബ്ലോവർ കംപ്രസർ എന്ന് വെയിൻ ബ്ലോവർ കംപ്രസർ എന്ന് വിളിക്കുന്നത്. വെയിൻ ബ്ലോവർ കംപ്രസർ. ഓക്കെ, കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് അതിൻ്റെ ഫിഗർ വരയ്ക്കുക, ആ ഡിസ്ക്രിപ്ഷൻസ് എഴുതി വെക്കുക. ഇതാണ് ബ്ലോവർ കംപ്രസർ, വെയിൻ ബ്ലോവർ കംപ്രസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. ഇത് നമുക്കറിയാം, വൊല്യൂട്ട് കേസിംഗ് ആണ്, കണ്ടിട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ വരുന്ന എയർ, ഇതിനുള്ളിൽ ഐ ഓഫ് ദി ഇമ്പല്ലറിലൂടെ വരുന്ന എയർ എന്ത് ചെയ്യും, ഇവിടെ വെച്ചിട്ട് കംപ്രഷൻ നടക്കും. ഇതിൻ്റെ വരുന്ന ഹൈ വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, ഉള്ളിലോട്ട് വരുന്ന പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഇങ്ങോട്ട് പുറത്തോട്ട് പോകുന്നതോറും അതിൻ്റെ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ വോളിയം കൂടി വരുന്നുണ്ട്. സോ വോളിയം കൂടുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നു, പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഈ കൈനറ്റിക് എനർജി നേരെ എന്തായിട്ട് മാറും, ഈ വരുന്ന കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹൈ പ്രഷർഡ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, കംപ്രസർ ഡെലിവറി ലൈൻ വഴി, ഡെലിവറി പൈപ്പ് വഴി പുറത്തോട്ട്
പോകുന്നത്. ഓക്കെ, കൈനറ്റിക് എനർജി വരുന്നത് ഹൈ എനർജി കൈനറ്റിക് എനർജിയാണ്. ഈ കൈനറ്റിക് എനർജി മുഴുവൻ എന്തായിട്ട് മാറുകയാണ്, പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസറിലെ കേസിൽ സംഭവിക്കുന്നത്. സോ കാര്യങ്ങൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഫിഗർ അതാണ് വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് ആക്സിയൽ ഫ്ലോ കംപ്രസർ. ആക്സിയൽ റൊട്ടേറ്റിംഗ് ബ്ലേഡുകളുണ്ട്. ഇങ്ങോട്ട് പോകുന്തോറും അതിൻ്റെ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ ഏരിയ, അതിൻ്റെ വോളിയം കുറഞ്ഞ് വരുന്നുണ്ട്. കൂടാതെ ഈ എയർ എന്ത് ചെയ്യുന്നു, ട്രാപ്പ് ചെയ്ത് വോളിയം കുറഞ്ഞ് ഹൈ പ്രഷർ ഗ്യാസസുകൾ അല്ലെങ്കിൽ എയറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊരു കേസിംഗ് ആണ്, ഇതിനുള്ളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, എയർ പോകുന്നത്. റൊട്ടേറ്റിംഗ് ബ്ലേഡ്സ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് സ്റ്റേഷനറി ബ്ലേഡ്സ് ആണ്. ഓക്കെ, ഫിക്സഡ് ബ്ലേഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫിക്സഡ് ബ്ലേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേഷനറി ബ്ലേഡ്സ്. ഫിക്സഡ് ബ്ലേഡ്സ് ഈ പുറമേയുള്ളത് ഫിക്സഡ് ബ്ലേഡ്സും ഉള്ളിലുള്ളത് എന്താണ്, റോട്ടറി ബ്ലേഡ്സും അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബ്ലേഡ്സുമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ എന്താണ് ഗ്യാസ് കടന്നു പോകുന്ന സമയത്ത് ഇവിടെ കംപ്രഷൻ നടക്കുന്നു. കാരണം എന്താ, വോളിയം കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത് അല്ലേ. ഒരു അറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തേക്ക് പോകുമ്പോൾ വോളിയം കുറയുന്നു, ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നു, പ്രഷർ കൂടുന്നു. ഇതിനെയാണ് ആക്സിയൽ. ഇത് കണ്ടില്ലേ, ഒരു ആക്സിസിലൂടെയല്ല പോകുന്നത്, ഒരു ആക്സിസിലൂടെ പോകുന്നത് കൊണ്ട് ആക്സിയൽ ഫ്ലോ കംപ്രസർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അല്ല എൻ്റെ വർക്കിംഗ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മൊഡ്യൂൾ 3. ഇത് പ്യുവർലി ഫോർ മെക്കാനിക്കൽ ഓൺലി. മെക്കാനിക്കൽ കുട്ടികൾക്ക് മാത്രം, മെക്കാനിക്കൽ കുട്ടികൾക്ക് മാത്രമാണ് മൊഡ്യൂൾ 3 ഉള്ളത്. മൊഡ്യൂൾ 3 മെക്കാനിക്കൽ കുട്ടികൾ മാത്രം പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഓട്ടോമൊബൈൽ കുട്ടികൾ പഠിക്കേണ്ടതില്ല. നെക്സ്റ്റ് എന്താണ് അവർക്ക് പ്രത്യേകിച്ച് എന്താണ് ഇവിടെ പഠിക്കാനുള്ളത് നോക്കാം നമുക്ക്. ഫോർമേഷൻ ഓഫ് സ്റ്റീം. ഫസ്റ്റ് പഠിക്കാനുള്ളത് എന്താണ്, സ്റ്റീമിൻ്റെ ഫോർമേഷനാണ്. സ്റ്റീം നമുക്കറിയാം, ഐസ് എന്ത് ചെയ്യും, ഐസിനെ തണുപ്പിക്കുമ്പോൾ ഐസ് എന്ത് ചെയ്യുക, നമ്മൾ ഐസ് ചൂടാക്കുന്ന സമയത്ത് ആദ്യം ഐസ് എന്തായാലും കംപ്ലീറ്റ്ലി 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായിട്ട് മാറും അല്ലേ. ഐസ് മുഴുവൻ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള, ഐസ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചറാണ് ഐസ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഐസിനെ വീണ്ടും നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അത് ആദ്യം കംപ്ലീറ്റ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായിട്ട് മാറുന്നു. അതിനുശേഷം വീണ്ടും ചൂടാക്കുകയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 100 ഡിഗ്രി സെൽഷ്യസ് വരെ അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്നുണ്ട്, തിളനിലയിലേക്ക് എത്തുന്നുണ്ട്. വീണ്ടും ചൂടാക്കുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ മുഴുവൻ കംപ്ലീറ്റ് എന്തായിട്ട് മാറുന്നുണ്ട്, ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ട്. 100 ഡിഗ്രി സെൽഷ്യസിലെ ഗ്യാസ് ആയിട്ട് മാറുന്നു. അതിനുശേഷമാണ് അത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിലേക്ക് മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഫോർമേഷൻ ഓഫ് സ്റ്റീം മാത്രമാണ്. സോ വാട്ടറിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റീം ഉണ്ടാകുന്നത്. എന്തിൽ നിന്നാണ്, വാട്ടറിൽ നിന്നുമാണ് സ്റ്റീം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു മോഡ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, അതിൻ്റെ ഒരു ഫോർമേഷൻ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. സോ നമുക്ക് പറയുന്നത് ഇവിടെയൊക്കെ മുഴുവൻ എന്താണ്, വാട്ടറാണ് അല്ലേ. വാട്ടറാണ്. വാട്ടർ എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നുണ്ട്, 100 ഡിഗ്രി സെൽഷ്യസ് ഈ ഒരു ടെമ്പറേച്ചറിൽ എത്തുന്നുണ്ടല്ലോ. അതിനെയാണ് TS എന്ന് വിളിക്കുന്നത്, സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഈ TSൽ വീണ്ടും ചൂടാക്കുകയാണ്. വീണ്ടും ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും, അത് നേരെ ഗ്യാസായി മാറുന്നു. കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറും, 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പറായിട്ട് മാറുന്നു. വീണ്ടും നമ്മൾ അല്ലെങ്കിൽ വേപ്പറല്ല സ്റ്റീമായിട്ട് മാറുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചൂടാക്കുക എന്നുണ്ടെങ്കിൽ അത് മറ്റും മാറും. അതിൻ്റെ ടെമ്പറേച്ചർ വീണ്ടും ഉയരാൻ തുടങ്ങും. പക്ഷേ ഈ ഒരു സമയം മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ മുതൽ അത് കംപ്ലീറ്റ് സ്റ്റീം ആവുന്നത് വരെ അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്തില്ല, ഉയർന്നിട്ടുണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ്ലി നമ്മൾ കൊടുക്കുന്ന എനർജി മുഴുവൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്, അതിൻ്റെ എനർജി ചേഞ്ച് നടക്കാൻ, അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് നടക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. അങ്ങനെയുള്ള ഈ ഒരു ഭാഗത്തിന് ഇവാപ്പറേഷൻ, ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇവാപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഇവാപ്പറേഷൻ പ്രോസസ്സിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഒരിക്കലും മാറിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഈ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം കംപ്ലീറ്റ്ലി എന്തായാലും സൂപ്പർ ഹീറ്റഡ്, പിന്നെ കൊടുക്കുന്ന ഹീറ്റ് എന്ത് ചെയ്യും, അതിൻ്റെ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ സ്റ്റേറ്റിന് ഈ ഒരു പോയിന്റിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും ഇതിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കും. സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഉണ്ടാവുന്നത് കംപ്ലീറ്റ് സ്റ്റീം ആയിരിക്കും. അവിടെ എന്തുണ്ടായിരിക്കില്ല, വാട്ടർ കണ്ടൻറ്റ്, ദ്രാവക രൂപത്തിലുള്ള വാട്ടർ കണ്ടൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളൊരു ഭാഗത്ത് ഇതെന്തായിരിക്കും, ലിക്വിഡ് ഫേസിലായിരിക്കും, ലിക്വിഡായിരിക്കും. ഇവിടെ ലിക്വിഡ് പ്ലസ് സ്റ്റീം ഉണ്ടായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവൻ എന്തായിരിക്കും, സ്റ്റീമായിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ എന്തായിരിക്കും,
സ്റ്റീമായിരിക്കും. ഇതാണ് ഫോർമേഷൻ ഓഫ് സ്റ്റീം ചോദിച്ചാൽ നിങ്ങൾ വരയ്ക്കേണ്ട ഡയഗ്രം ഇതാണ്. ഓക്കെ, ഡയഗ്രം ഇതാണ്. ഇതിനെ TS എന്ന് വിളിക്കും, ഇതിനെ T സൂപ്പർ ഹീറ്റർ എന്ന് വിളിക്കും. ഇതെന്താണ്? T സൂപ്പർ ഹീറ്റർ. ഓക്കെ, ഇവിടെ എന്താണ്? T സൂപ്പർ, SUP എന്ന് എഴുതും. T സൂപ്പർ ഹീറ്റർ, ഇത് T സാച്ചുറേറ്റഡ് ടെമ്പറേച്ചർ, സാച്ചുറേഷൻ ടെമ്പറേച്ചർ, മറ്റേത് സൂപ്പർ ഹീറ്റഡ് ടെമ്പറേച്ചർ. ഓക്കെ, ഇത് ഇവാപ്പറേഷനാണ്. ഈ ടെമ്പറേച്ചർ ഇവിടെ മുതൽ ഇവിടെ കൊടുക്കുന്ന ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ലാറ്റൻറ്റ് ഹീറ്റ്. ഇസ് കോൾഡ് ലാറ്റൻറ്റ് ഹീറ്റ്. ലാറ്റൻറ്റ് ഹീറ്റ് അതായത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമാക്കി മാറ്റാൻ കൊടുക്കേണ്ട ഹീറ്റിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓരോ സ്റ്റേജായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് നമുക്കറിയാം. ഫസ്റ്റ് സ്റ്റേജ് സെൻസിബിൾ ഹീറ്റ്. ഇതിന് വിളിക്കുന്ന പേര് എന്താണ്? ഈ ഒരു ഭാഗം ഇവിടുന്ന് ഇവിടെ വരെ കൊടുത്ത ഹീറ്റിനെ വിളിക്കുന്ന പേര് സെൻസിബിൾ ഹീറ്റ് എന്നാണ്, അല്ലേ? സെൻസിബിൾ ഹീറ്റ്. ഇൻ ദിസ് സ്റ്റേജ് ഹീറ്റിംഗ് വാട്ടർ അപ് ടു സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ഫസ്റ്റ് 0 to, ഇതാണ് 0 അല്ലേ? 0 മുതൽ A വരെ, അതാണ് സ്റ്റേജ് 1 എന്ന് വിളിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നു, ലിക്വിഡിനെ 100 ഡിഗ്രി സെൽഷ്യസുള്ള ലിക്വിഡാക്കി മാറ്റുന്നു അല്ലേ? 0 ഡിഗ്രി സെൽഷ്യസിനുള്ള 0 ഡിഗ്രി സെൽഷ്യസുള്ള ലിക്വിഡ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസുള്ള ലിക്വിഡ് 100 ഡിഗ്രി സെൽഷ്യസുള്ള ലിക്വിഡാക്കി മാറ്റുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജ് 1 O2A എന്ന സ്റ്റേജ് അതാണ് അല്ലേ? എന്താണ്? ഇൻ ദിസ് സ്റ്റേജ് ഹീറ്റിംഗ് വാട്ടർ അപ്പ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. സാച്ചുറേഷൻ ടെമ്പറേച്ചർ വരെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഓർ ബോയിലിംഗ് ടെമ്പറേച്ചർ. ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലും സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതുവരെ ഹീറ്റ് ചെയ്യുന്നു. ടേക്കിംഗ് പ്ലേസ് ആൻഡ് ദ ഹീറ്റ് എനർജി സപ്ലൈസ് ടു പ്രൊഡ്യൂസ് ദ ടെമ്പറേച്ചർ റൈസ് ഈസ് കോൾഡ്. ആ ടെമ്പറേച്ചർ റൈസ് വിളിക്കുന്ന പേരാണ് സെൻസിബിൾ ഹീറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് എൻതാൽപ്പി അല്ലെങ്കിൽ HF കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. HF എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഓഫ് ഫ്ലൂയിഡ്, ഫ്ലൂയിഡിൻ്റെ എൻതാൽപ്പി. ഓക്കെ, HF അതായത് സെൻസിബിൾ ഹീറ്റിനെയാണെന്ന് വിളിക്കുന്നത് HF. അതായത് ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ ആക്കാനെടുത്ത് എത്രത്തോളം ഹീറ്റ് ആവശ്യം വന്നു അതിനെ വിളിക്കുന്ന പേരാണ് സെൻസിബിൾ ഹീറ്റ് എന്ന് വിളിക്കുന്നത്. സെൻസിബിൾ ഹീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ 1 kilogram ഓഫ് വാട്ടർ. 1 kilogram വെള്ളം വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ഫ്രം ഇറ്റ്സ് ഫ്രീസിംഗ് പോയിന്റ്, അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന്, ഫ്രീസിംഗ് പോയിന്റ് അല്ലേ, ടു ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ആവാനെടുക്കുന്ന ഹീറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? Q. എത്രത്തോളം ഹീറ്റ് വേണം 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആവാൻ? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അതിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഓർ ലിക്വിഡ് എൻതാൽപ്പി അഥവാ HF എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏത് സ്റ്റേജാണ്? എയിൽ നിന്നും ബിയിലേക്ക് എത്താനുള്ള സ്റ്റേജാണ് അല്ലേ? എയിൽ നിന്നും ബിയിലേക്ക് എത്താനുള്ള സ്റ്റേജാണ്. ഇറ്റ് ഈസ് ദ ഇവാപ്പറേഷൻ സ്റ്റേജ് വിച്ച് വാട്ടർ ഈസ് ഇവാപ്പറേറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ മാറിയിട്ടുണ്ടോ? ഇല്ല. T സാച്ചുറേഷൻ ടെമ്പറേച്ചർ തന്നെയാണ്. ആ ടെമ്പറേച്ചറിൽ അത് വാട്ടർ മുഴുവൻ എന്താക്കി മാറണം? സ്റ്റീമായിട്ട് മാറണം. അതിനുള്ള അതായത് ട്രാൻസ്ഫോം ഇൻ ടു ഡ്രൈ സ്റ്റീം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഡ്രൈ സ്റ്റീമായിട്ട് മാറാനുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇവാപ്പറേഷൻ സ്റ്റേറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇവാപ്പറേഷൻ സ്റ്റേറ്റ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവാപ്പറേഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ദ പോയിന്റ് ബി റെപ്രസെന്റ് ദ സ്റ്റേറ്റ് ഓഫ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം. ഈ പോയിന്റ് ബി എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്തായിരിക്കും? ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം ആയിരിക്കും. അവിടെ എന്തുണ്ടായിരിക്കും? ഒരിക്കലും വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കില്ല. അത് മുഴുവൻ സ്റ്റീമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. എന്നാൽ ബി ഡാഷ് എന്നൊരു കണ്ടീഷൻ അല്ലേ? ഈ ബി ഡാഷ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്. 2 സ്റ്റേറ്റും അവിടെ കാണപ്പെടുന്നുണ്ട്. സ്റ്റീം സ്റ്റേറ്റും കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ വാട്ടർ സ്റ്റേറ്റും അവിടെ കാണപ്പെടുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ പാർഷ്യലി ഇവാപ്പറേറ്റഡ് സ്റ്റീം വിൽ ഹാവ് വാട്ടർ പാർട്ടിക്കിൾ അണ്ടർ സസ്പെൻഷൻ in it and hence it is called wet steam. അതിനെ വിളിക്കുന്ന പേര്, അതിലൊരു വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് വെറ്റ് സ്റ്റീം അല്ലേ? നനവുള്ള വെറ്റ് സ്റ്റീം എന്ന് വിളിക്കുന്നു. ദ ഹീറ്റ് എനർജി സപ്ലൈ ഡ്യൂറിംഗ് ദ ഇവാപ്പറേഷൻ ഈസ് കോൾഡ് എൻതാൽപ്പി ഓഫ് ഇവാപ്പറേഷൻ, HFG അല്ലെങ്കിൽ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ. അത് ഡിനോട്ട് ചെയ്യുന്നത് HFG ആണ്. നേരത്തെ ഏതായിരുന്നു? HF ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ എന്താ പറയുക? HFG ആയിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ് എൻതാൽപ്പി ഓഫ് ഇവാപ്പറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹീറ്റ് റിക്വയർഡ് to convert 1 kilogram of water at given pressure and temperature and pressure in steam of at the same pressure and temperature. ഒരു പ്രഷറും ടെമ്പറേച്ചറുള്ള ഒരു വാട്ടറിനെ കംപ്ലീറ്റ് എന്താക്കി മാറ്റണം? അതേ ടെമ്പറേച്ചർ, അതേ പ്രഷറും ടെമ്പറേച്ചറുമുള്ള സ്റ്റീമാക്കി മാറ്റാൻ ആവശ്യമായ ഹീറ്റിനെയാണ് എൻതാൽപ്പി ഓഫ് ഇവാപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ഹീറ്റ് സപ്ലൈഡ് ഡ്യൂറിംഗ് ദ സ്റ്റേജ് AB
ഡാഷ്. എ ബി ഡാഷ് ആണെന്നുണ്ടെങ്കിൽ ഈസ് എക്സ് ഡാഷ് ഇൻറ്റു എച്ച് എഫ് ജി. എച്ച് എഫ് ജി ഇൻറ്റു എക്സ് മൾട്ടിപ്ലൈ ചെയ്തത് നമുക്ക് എന്ത് ചെയ്യും, അതൊരു പർട്ടിക്കുലർ പോയിന്റ് വരെ നമുക്ക് മാറ്റാൻ ആവശ്യമായ ഹീറ്റ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് കിട്ടും. ദാറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു എച്ച് എഫ് ജി ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈനസ് ഫ്രാക്ഷൻ. എക്സ് ഈസ് ദ ഡ്രൈനസ് ഫ്രാക്ഷൻ. എങ്ങനെയാണ് എക്സ് കിട്ടുന്നത്? എക്സ് എന്ന് പറഞ്ഞാൽ mass of the dry air divided by total mass. അതാണ് ഡ്രൈനസ് ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് 3 സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ഏതാണ്? ബിന്ന് സിയിലേക്കുള്ള. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആഫ്റ്റർ ഡ്രൈ, ഇത് സാച്ചുറേറ്റഡ് സ്റ്റീമാണ്. സാച്ചുറേറ്റഡ് സ്റ്റീമിന് ശേഷം പിന്നെ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദ സാച്ചുറേറ്റഡ് ലിക്വിഡ് കർവ്, വേപ്പർ കർവ് മാച്ചസ് അറ്റ് എ പോയിന്റ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ പോയിന്റ്. അവിടെ ഒരു നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ പോയിന്റ്. വാട്ട് ഈസ് മീൻ ബൈ ക്രിട്ടിക്കൽ പോയിന്റ്? ഈ സാച്ചുറേറ്റഡ് ലിക്വിഡ് കർവും കണ്ടില്ലേ, സാച്ചുറേറ്റഡ് ലിക്വിഡ് കർവും അതുപോലെ തന്നെ ഈ സാച്ചുറേറ്റഡ് ലിക്വിഡ് കർവും, ഇതാണ് സാച്ചുറേറ്റഡ് ലിക്വിഡ് കർവ് എന്ന് പറഞ്ഞത്. അതുപോലെ വേപ്പർ കർവ്, ഇതാണ് വേപ്പർ കർവ് എന്ന് പറയുന്നത്. ഈ വേപ്പർ കർവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കറസ്പോണ്ട് ടു ദിസ് പോയിന്റ് ആർ 374.15 ഡിഗ്രി സെൽഷ്യസും 221 ബാറുമാണ് ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് വിളിക്കുന്നത് ക്രിട്ടിക്കൽ പോയിന്റ്. എന്താ ക്രിട്ടിക്കൽ പോയിന്റിൻ്റെ പ്രത്യേകത? ഈ ഒരു പ്രഷറിൽ വിച്ച് മീൻസ് ദിസ് പോയിന്റ് ദ വാട്ടർ ഈസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു ഡ്രൈ സാച്ചുറസ് സ്റ്റീം. ഈ കണ്ടീഷനിലാണ് വാട്ടറിനെ ചൂടാക്കുന്നതെങ്കിൽ നേരിട്ട് എന്തായിട്ട് മാറും? അത് സ്റ്റീമായിട്ട് മാറുന്നതാണ്. ഇതിനെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെ 3 സ്റ്റേജാണ് അതിൻ്റെ സ്റ്റീം ഫോർമേഷനിലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 3 സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് ബോയിലേഴ്സിനെ കുറിച്ചിട്ട് നോക്കണം. അതിൽ സ്റ്റീം ബോയിലേഴ്സ് എന്താണ്? സ്റ്റീം ബോയിലേഴ്സ് നമുക്കറിയാം, സ്റ്റീം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബോയിലറിനെയാണ് വിളിക്കുന്നത് സ്റ്റീം ബോയിലേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ ഹീറ്റ് കൊടുക്കുന്നു അല്ല, ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ഉള്ളിലെ വാട്ടറിന് ബോയിൽ ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റീം ലഭിക്കുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റീം ബോയിലേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്റ്റീം ബോയിലേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് സ്റ്റീം ബോയിലേഴ്സ്? Steam generator or boiler is defined as a closed vessel in which water is converted into steam. വാട്ടറിനെ സ്റ്റീമാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് വെസൽ ബൈ ബേണിംഗ് ഫ്യൂവൽ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ അറ്റ് ഡിസൈർഡ് ടെമ്പറേച്ചർ. നമുക്ക് ആവശ്യമായ ടെമ്പറേച്ചറിൽ എയറിൻ്റെ പ്രസൻസിൽ അതിനെടുത്തിട്ട് ചൂടാക്കുന്നതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റീം ബോയിലർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് ബോയിലർ. എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ബോയിലർ എന്ന് പറയുന്നത്? ദ സ്റ്റീം ജനറേറ്റർ ഈസ് എംപ്ലോയിഡ് ഫോർ ദ ഫോളോയിങ് പർപ്പസ്. എന്തിനൊക്കെയാണ്? യൂസർ സ്റ്റീം ടർബൈൻ ടു ഡെവലപ്പ് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. സ്റ്റീം എഞ്ചിൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും ഷുഗർ മില്ലിസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഹീറ്റിംഗ് ബിൽഡിങ്സ് ആൻഡ് കോൾഡ് വെതറിൻ്റെ കേസിൽ ബിൽഡിംഗ് ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ, ഉള്ളിൽ ചൂടാക്കാൻ ഈ ശൈത്യരാജ്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രൊഡ്യൂസിങ് ഹോട്ട് വാട്ടർ സപ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബോയിലേഴ്സ് ആണ്. ബോയിലേഴ്സിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ബോയിലേഴ്സ് ആണ് അക്കോർഡിംഗ് ടു ദ ലൊക്കേഷൻ ഓഫ് ബോയിലർ ഷെൽ ആക്സിസ്. ബോയിലർ ഷെൽ ആക്സിസിൻ്റെ ലൊക്കേഷൻ വെർട്ടിക്കൽ ആയിട്ടാണോ, ഇൻക്ലൈൻഡ് ആയിട്ടാണോ, ഹൊറിസോണ്ടൽ ആയിട്ടാണോ വെച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബോയിലേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ബോയിലേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമുക്ക് ഒരു 4-5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, ഞാൻ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, 4-5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. അപ്പോൾ ഹൊറിസോണ്ടൽ ബോയിലർ, ഹൊറിസോണ്ടലാണ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഷെല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ ബോയിലർ എന്ന് വിളിക്കും. എക്സാമ്പിൾ ലങ്കാഷെയർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, മാക്സിമം പറ്റുമോ നോക്കുക. ഓക്കെ, വെർട്ടിക്കൽ ആണെങ്കിൽ ദ ആക്സിസ് ഓഫ് ദ ഷെൽ ഈസ് വെർട്ടിക്കൽ, ദ ബോയിലർ ഈസ് കോൾഡ് വെർട്ടിക്കൽ ബോയിലർ. അല്ലേ? പിന്നെ അത് ഇൻക്ലൈൻഡ് ആണ്, അതായത് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, ഷെല്ല് ഇങ്ങനെയാണ്, ഹൊറിസോണ്ടൽ ബോയിലറാണ്. ഞാൻ എൻ്റെ ഷെല്ല് ഇങ്ങനെയാണ്, വെർട്ടിക്കൽ ബോയിലറാണ്. ഞാൻ എൻ്റെ ഷെല്ല് ഇങ്ങനെയാണ്, ഇൻക്ലൈൻഡ് ബോയിലറാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ ബോയിലറിൻ്റെ ഷെല്ല് എങ്ങനെയാണ്, ആ ബോയിലർ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, അതിനനുസരിച്ച് അതിൻ്റെ പേരുകൾ, എക്സാമ്പിളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ഫ്ലോ ഓഫ് മീഡിയം ഇൻസൈഡ് ദ ട്യൂബ്സ്.
ഓക്കെ, ഫയർ ട്യൂബ് ബോയിലർ ആൻഡ് വാട്ടർ ട്യൂബ് ബോയിലർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനുള്ളിൽ നിന്നും വീണ്ടും എടുത്ത് ചോദിക്കാനുള്ള ചാൻസ്. ഈ വാട്ട് ഈസ് മീൻ ബൈ ഫയർ ട്യൂബ് ബോയിലർ, അത് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് എന്താണ് ഫയർ ട്യൂബ് ബോയിലർ, എന്താണ് വാട്ടർ ട്യൂബ് ബോയിലർ എന്ന് വീണ്ടും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ വരച്ച് വെക്കാൻ ഇമ്പോർട്ടൻ്റ്. ഇതിൻ്റെ 2D ഡയഗ്രാം നിങ്ങൾ വരച്ച് വെക്കണം. ഇത് 2D ഡയഗ്രാം ആണ് തന്നിട്ടുള്ളത്. ഇത് ഇതുപോലെ വരച്ച് വെക്കണം. എന്താണ് ഫയർ ട്യൂബ് ബോയിലർ, വാട്ടർ ട്യൂബ് ബോയിലർ? എന്താണ് the boiler in which hot flue gases inside the tube and water is surrounded by the tube is called fire tube boiler. അതായത് ഇവിടെ ഫുള്ള് ഹോട്ട് ഗ്യാസ് ആണല്ലോ. ഈ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, ട്യൂബിലൂടെ കടത്തി വിടുന്നത്. അതിനെയാണ് വിളിക്കുന്നത് ഫയർ ട്യൂബ്. ട്യൂബിൻ്റെ ഉള്ളിൽ ആരായിരിക്കും? ഫയർ ആയിരിക്കും. ട്യൂബിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് എന്തായിരിക്കും? ഫയർ ആയിരിക്കും. അതിനെ സറൗണ്ട് ചെയ്ത് ആരുണ്ടായിരിക്കും? വാട്ടർ ഉണ്ടായിരിക്കും. ഈ ട്യൂബിനുള്ളിലൂടെ ഫയർ പോകുന്ന സമയത്ത് അതിന് ചുറ്റുമുള്ള വാട്ടറിനെ അത് ചൂടാക്കും. അങ്ങനെ ചൂടായ വാട്ടർ എന്ത് ചെയ്യും? പുറത്തോട്ട് സ്റ്റീമായിട്ട് മാറിപ്പോകുന്നു. ഇത് ഇങ്ങനെ ഒരു പിക്ചർ വരച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഈ പിക്ചറിലാണ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലേ. ഹോട്ട് ഗ്യാസസിനെ ട്യൂബിനുള്ളിലൂടെ കടത്തി വിടുന്നു. ആ ട്യൂബ് എന്നോട് ഹോട്ട് ഗ്യാസസ് പുറത്തോട്ട് പോകുന്നു. ഇവിടെ വരുന്ന അതിന് ചുറ്റുപ്പെട്ടതുള്ള വാട്ടർ എന്ത് ചെയ്യുന്നു? ചൂടാവുന്നു. ഗ്യാസ് സ്റ്റീം ഫോം ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? സ്റ്റീം പുറത്തോട്ട് പോകുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫയർ ട്യൂബ് ബോയിലർ. എന്നാൽ വാട്ടർ ട്യൂബ് ആണെങ്കിലോ, വാട്ടർ ട്യൂബ് എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്റ്റീമായിരിക്കും. അതിനുള്ളിലൂടെ ട്യൂബിനുള്ളിലൂടെ ആര് പോകുന്നു? വാട്ടർ പോകുന്നു. ഈ വാട്ടർ എന്ത് ചെയ്യുന്നു? സ്റ്റീമാവുന്നു. സ്റ്റീം പുറത്തോട്ട് ഡെൻസിറ്റി ഗ്രേഡിനെ കൊണ്ട് മുകളിലേക്ക് പോകും. മുകളിലോട്ട് പോയിട്ട് എന്ത് ചെയ്യും? പുറത്തോട്ട് പോകുന്നു. ഔട്ടിലൂടെ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് പോകുന്നു. ഇതാണ് എന്ത് വിളിക്കുന്നത്? വാട്ടർ ട്യൂബ് ബോയിലർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഫിഗറിനാണ് ഇമ്പോർട്ടൻറ്റ്. ഫിഗർ വരച്ച് നിങ്ങൾ 2-3 പോയിന്റുകൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ വാട്ടർ ട്യൂബ് ബോയിലർ എക്സാമ്പിൾ ബാബ്കോക്ക് വിൽകോക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, സിമ്പിൾ വെർട്ടിക്കൽ ബോയിലറൊക്കെ ഇതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് അതിൻ്റെ കമ്പാരിസൺ ഇതും ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കാണ്. കമ്പാരിസൺ ബിറ്റ്വീൻ ഫയർ ട്യൂബ് ആൻഡ് വാട്ടർ ട്യൂബ് ബോയിലർ. എന്താണ്? ഇൻ ഫയർ ട്യൂബ് ബോയിലർ ഫ്ലൂ ഗ്യാസസ് ഇസ് പാസസ് ത്രൂ ട്യൂബ്സ് അല്ലേ. ട്യൂബ് ബോയിലർ ആകുമ്പോൾ, ഫയർ ട്യൂബ് ആകുമ്പോൾ ട്യൂബിനുള്ളിലൂടെ ആരാണ് പോകുന്നത്? ഫയർ ആയിരിക്കും. ഇവിടെ ആകുമ്പോഴോ ട്യൂബിനുള്ളിലൂടെ വാട്ടർ പോകുന്നു. ദിസ് ഓപ്പറേറ്റഡ് ഫ്ലോ പ്രഷർ അപ്പ് 20 ബാർ. 20 ബാറാണ് ഇതിൻ്റെ പ്രഷർ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും ഫയർ ട്യൂബിൻ്റെ കേസിൽ. എന്നാൽ വാട്ടർ ട്യൂബിൻ്റെ കേസിലോ പ്രഷർ വളരെ കൂടുതലാണ്. 250 ബാർ വരെ പോകുന്നുണ്ട് അല്ലേ. ദ റേറ്റ് ഓഫ് സ്റ്റീം ജനറേറ്റർ ഈ ക്വാളിറ്റി ഓഫ് സ്റ്റീം ആർ വെരി ലോ. ഉണ്ടാകുന്ന സ്റ്റീം വളരെ കുറവായിരിക്കും, ക്വാളിറ്റിയും വളരെ കുറവായിരിക്കും. എന്നാൽ ഇവിടെ എന്തായിരിക്കും? വളരെ ക്വാളിറ്റി കൂടുതലായിരിക്കും അല്ല, അത്യാവശ്യത്തിന് കിട്ടും അല്ല. ലോഡ് ഫങ്ഷൻ കനോട്ട് ബി ഹാൻഡിൽഡ്. ലോഡ് കൂടുതൽ, അതായത് പവർ കൂടുതൽ കുറവായിരിക്കും. അപ്പോൾ തന്നെ ലോഡ് എന്തെയും ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. ഇവിടെ ലോഡ് എന്തെയും നന്നായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് മോർ ഫ്ലൂർ ഏരിയ വേണം. ഇവിടെ ലെസ് ഫ്ലൂർ ഏരിയ മതി. ആൻഡ് ബൾക്കി ആൻഡ് ഡിഫിക്കൽട്ട് ട്രാൻസ്പോർട്ട്. ഇവിടെ എന്താണ്? ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാം. ഓവറോൾ എഫിഷ്യൻസി 75 ആണ്. ഇവിടെ 90% ആണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വാട്ടർ ട്യൂബാണ് നല്ലതല്ലേ? വാട്ടർ ഡസിൻ്റെ സർക്കുലേറ്റ് ഇൻ ഡെഫിനിറ്റ് ഡയറക്ഷനിലൊന്നും വാട്ടർ സർക്കുലേറ്റ് ചെയ്യില്ല. ഇവിടെ കൃത്യമായൊരു ഡെഫിനിറ്റ് എന്താ സർക്കുലേഷൻ കിട്ടും. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ദ ബോയിലർ പ്രഷർ നമുക്കറിയാം. ലോ പ്രഷർ, മീഡിയം പ്രഷർ, ഹൈ പ്രഷർ എന്ന് ചെയ്യാം. നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. പ്രഷർ കൂടിയത്, കുറഞ്ഞത്, നല്ല കൂടിയത്. ഓക്കെ, ആ രീതിയിൽ 10 ബാർ, 10 to 25 ബാറിന് മുകളിൽ. ഓക്കെ, നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഡ്രാഫ്റ്റ് ട്യൂബ്. ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ചിമ്മിനി, നമ്മൾ ചിമ്മിനിയൊക്കെ ഉപയോഗിക്കില്ല, അതൊരു ഡ്രാഫ്റ്റാണ് അല്ലേ. ബട്ട് അത് നാച്ചുറൽ ഡ്രാഫ്റ്റും ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഡ്രാഫ്റ്റ്. ആർട്ടിഫിഷ്യൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാന് അല്ലെങ്കിൽ ബ്ലോവർ വെച്ചിട്ടാണ് നമ്മൾ ഹീറ്റ് പുറന്തള്ളുന്നതെങ്കിൽ അതിനെ ആർട്ടിഫിഷ്യൽ ഒരു ഡ്രാഫ്റ്റ് ബോയിലേഴ്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നാച്ചുറൽ ഡ്രാഫ്റ്റ്, നമുക്കറിയാം ഓട്ട് കമ്പനിയിലൊക്കെ പോയി വലിയൊരു ഡ്രാഫ്റ്റ് ട്യൂബൊക്കെ കാണാം മുകളിലേക്ക് അല്ലേ. അതുപോലെ നാച്ചുറൽ ഡ്രാഫ്റ്റ് അതെന്താണ്? ഡെൻസിറ്റി വേരിയേഷൻ കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നാച്ചുറൽ ഡ്രാഫ്റ്റ് എന്നും മറ്റേത് ആർട്ടിഫിഷ്യൽ ഡ്രാഫ്റ്റ് എന്നും പറയുന്നുണ്ട്. ഈ ഭാഗങ്ങൾ വായിച്ച് നോക്കുക. ഇതുപോലെ തിയറി ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഡ്രാഫ്റ്റ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് വാട്ടർ സർക്കുലേഷൻ. നാച്ചുറൽ സർക്കുലേഷൻ ആണ് ഫോഴ്സ്ഡ് സർക്കുലേഷൻ. അതിന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കൂളൻ്റ് ഉപയോഗിക്കാറുണ്ട്. അത് നാച്ചുറൽ സർക്കുലേഷൻ ആണെങ്കിൽ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഫോഴ്സ്ഡ് കൺവെൻഷനും നാച്ചുറൽ കൺവെൻഷനും. അപ്പം നാച്ചുറൽ കൺവെൻഷൻ ആണെങ്കിൽ നാച്ചുറൽ സർക്കുലേഷൻ എന്ന് വിളിക്കും. ഫോഴ്സ്ഡ് കൺവെൻഷൻ ആണെങ്കിൽ ഒരു പമ്പ് വെച്ച് കൊണ്ടായിരിക്കും എന്ത് ചെയ്യുക? അതിൻ്റെ വാട്ടറിനെ സർക്കുലേറ്റ് ചെയ്യുക, തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഡ് സർക്കുലേഷൻ. ഓക്കെ, അക്കോർഡിംഗ് ടു ഫർണസ് പൊസിഷൻ, ഇൻറ്റേർണലി ഫയർ ആൻഡ് എക്സ്റ്റേർണലി ഫയർഡ്. നമുക്കറിയാം IC എഞ്ചിൻ്റെ ഉള്ളിൽ എന്താണ്? ഫയർ ചെയ്യുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഹീറ്റ് കിട്ടുകയാണ് അല്ലേ. അങ്ങനെയാണ് ഇൻറ്റേർണലി ആണ് ഫയർ ചെയ്യുന്നതെങ്കിൽ, ബോയിലറിൻ്റെ ഉള്ളിൽ തന്നെയാണ് അത് കത്തിക്കുന്നതെങ്കിൽ അതിന് ഇൻറ്റേർണലി ഫയർ എന്നും, എക്സ്റ്റേർണലി ഫയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിലറിൻ്റെ പുറത്ത് വെച്ച് ചൂട് ഉണ്ടാക്കി ആ ചൂട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റീം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് വിളിക്കുന്നത് എക്സ്റ്റേർണലി ഫയർഡ് എന്ന് വിളിക്കുന്നത്. പുറത്ത് വെച്ച് കത്തിച്ച് അതിൻ്റെ ഹീറ്റ് മാത്രമാണ് ഉള്ളിലോട്ട് കടത്തിവിടുക, ബോയിലറിൻ്റെ ഉള്ളിലോട്ട് കടത്തിവിടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എക്സ്റ്റേർണലി ഫയർഡ് ബോയിലർ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഫ്യൂവൽ യൂസ്ഡ്.
സോളിഡ് ഫ്യൂവൽ, ലിക്വിഡ് ഫ്യൂവൽ, ഗ്യാസ് ഫ്യൂവൽ, ഏത് ടൈപ്പ് ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ന്യൂക്ലിയർ ഫ്യൂവൽ അല്ലേ, ന്യൂക്ലിയർ ഫ്യൂവൽ, ഇതൊക്കെ ഏത് ടൈപ്പ് ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വളരെ സിമ്പിൾ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, അക്കൗണ്ട് നമ്പർ ഓഫ് ട്യൂബ്, എത്ര ട്യൂബ്, സിംഗിൾ ട്യൂബാണോ മൾട്ടി ട്യൂബാണോ, സിംഗിൾ ട്യൂബ് ബോയിലറാണോ കുറേ ട്യൂബുകളുണ്ടോ എന്നുള്ളതിനനുസരിച്ച് സിംഗിൾ ട്യൂബ്, മൾട്ടി ട്യൂബ്. അക്കൗണ്ട് ബോയിലർ മൊബിലിറ്റി, ബോയിലർ കൊണ്ടു നടക്കാൻ പറ്റുമോ, സ്റ്റേഷനറി ആണോ പോർട്ടബിൾ ആണോ എന്നുള്ളത്. പിന്നെ മെറൈൻ ബോയിലർ, മെറൈനിൽ ഉപയോഗിക്കുന്നത് മെറൈൻ ബോയിലേഴ്സ് ആയിരിക്കും, വെള്ളത്തിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഇതോടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ കുറച്ച് ബോയിലേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ മെയിനായിട്ടാണ് കൊക്രാൻ ബോയിലർ. ഓക്കെ, ഇതാണ് കൊക്രാൻ ബോയിലർ. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഡ്രം ആക്സിസ്, നാച്ചുറൽ സർക്കുലേഷൻ ആൻഡ് നാച്ചുറൽ ഡ്രാഫ്റ്റ്, മൾട്ടി ട്യൂബുലർ, ലോ പ്രഷർ, സോളിഡ് ഫ്യൂവൽ ഫയർഡ്. സോളിഡ് ഫ്യൂവലാണ് ഫയർഡ് ട്യൂബ് ബോയിലർ. ഫയർ ട്യൂബ് ബോയിലറാണ്. ഓക്കെ, വിത്ത് ഇൻറ്റേർണലി ലൊക്കേറ്റഡ് ഫർണസ്, ഉള്ളിൽ തന്നെയാണ് എന്നുള്ള ഫർണസും നിൽക്കുന്നത്. അതിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ ഫർണസ് കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ഇവിടുത്തെ വെച്ചിട്ട് കത്തിക്കുകയാണ്. ഇതിൻ്റെ കത്തിച്ചതിന് ശേഷം ഈ ഹോട്ട് ഗ്യാസ് ഇതിലൂടെ കടത്തിവിടുന്നു. ഹോട്ട് ഗ്യാസ് കടത്തിവിടുന്ന സമയത്ത് ഇതിലൂടെ ഹോട്ട് ഗ്യാസ് പോകുന്നുണ്ട്. ഇതിനുള്ളിൽ വാട്ടർ ട്യൂബിനുള്ളിലൂടെ അല്ല, വാട്ടർ ട്യൂബ് ബോയിലറാണ്, വാട്ടറാണ് ഉള്ളിലൂടെ പോകുന്നത്. അപ്പോൾ വാട്ടർ ചൂടാകുമ്പോൾ എന്ത് ചെയ്യും, അത് ഗ്യാസസായി മുകളിലോട്ട് പോകും. ഇതാണ് കൊക്രാൻ ബോയിലർ. അപ്പോൾ ഇതിൻ്റെ പാർട്സുകൾ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ പാർട്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കൊക്രാൻ ബോയിലർ വരച്ചിട്ട് അതിൻ്റെ പാർട്സുകൾ എഴുതുക, അതിൻ്റെ ഫംഗ്ഷൻ, വർക്കിംഗ് ഓഫ് ദ കൊക്രാൻ ബോയിലർ. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളാണ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജ്, ഇനീഷ്യൽ കോസ്റ്റ് വളരെ കുറവാണ് അല്ലേ. അതുപോലെ തന്നെ റിക്വസ്റ്റ് ലെസ് ഫ്ലോർ ഏരിയ, ഈസി ടു ഓപ്പറേറ്റ് ഹാൻഡിൽ, ട്രാൻസ്പോർട്ട് കൊക്രാൻ ബോയിലർ ഈസ് വെരി ഈസി, ഇറ്റ് ക്യാൻ യൂസ് ഓൾ ടൈപ്സ് ഓഫ്, ഏത് ടൈപ്പ് ഫ്യൂവൽ, സോളിഡ് ഫ്യൂവൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ലോ റേറ്റ് ഓഫ് സ്റ്റീം ജനറേഷൻ ആണ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. പിന്നെ എന്താണ്, ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇതോടെ നമുക്ക് ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.